വിവേകാനന്ദന് കിട്ടിയ ഒരു എക്സ്പോഷർ എന്തുകൊണ്ടോ ഗുരുദേവന് കിട്ടിയിട്ടില്ല. അതിന് നമ്മളെല്ലാവരും കുറ്റക്കാരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ചുമതലയുണ്ട്, ബാധ്യതയുണ്ട്. കാരണം ഗുരുദേവനെ പോലെ ഹിന്ദു ധർമ്മത്തെ ഇങ്ങനെ കൃത്യമായി വളരെ വ്യക്തമായി അടയാളപ്പെടുത്തിയ ഒരു വ്യക്തി വേറെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല കേരളത്തിൽ. വേറൊരു വ്യക്തി ഇപ്പോൾ ശങ്കരൻ പോലും, ശങ്കരൻ്റെ പ്രവർത്തന കേന്ദ്രം കേരളമായിരുന്നില്ല. കേരളത്തിൽ അദ്ദേഹം കുറച്ചു കാലം ഉണ്ടായിരുന്നു. ശങ്കരൻ്റെ പ്രവൃത്തി മണ്ഡലം അദ്ദേഹം മുഴുവൻ ഭാരതം എന്നുള്ള നിലയ്ക്ക് സഞ്ചരിച്ചു. ഗുരുദേവനാണ് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ. ഗുരുദേവൻ അദ്ദേഹം മതം മാറ്റത്തെ എതിർത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ അടിത്തറ സനാതനധർമ്മമായിരുന്നു, ആധ്യാത്മികതയായിരുന്നു. അദ്ദേഹം ഹിന്ദു ഏകീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ്. അതിനുവേണ്ടി ഹിന്ദുക്കളെ സംഘടിപ്പിക്കുക. ഈ പള്ളാത്തുരുത്ത് പ്രസംഗത്തിന്റെ അവസാനം പറയുന്നത് സനാതനധർമ്മത്തോട് യോജിച്ചു നിൽക്കുന്നവരുടെ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഇത് മാറണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവന്റെ ലക്ഷ്യം എന്തായിരുന്നു? കൃത്യമാണത്. സത്യത്തിൽ ഗുരുദേവനെ ശരിയായി നമ്മുടെ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തിയാൽ അതോടെ ഈ ഹൈന്ദവ സനാതന ധർമ്മത്തെ എതിർക്കുന്നവരുടെ മുനയെ മുഴുവൻ ഒടിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.